ഹലോ ഗൈസ്, ഡാവിഞ്ചി റിസോൾവിങ്ങിനെ എളുപ്പത്തിൽ പഠിക്കാവുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി, ഇത്തിരി തിരക്കായിപ്പോയി. അത് കാരണമാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനാദ്യം തന്നെ എല്ലാവരോടൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഡാവിഞ്ചി ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച എവിടം വരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുട്ടേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ഫുട്ടേജിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാകത്തിലേക്ക് കൊണ്ടുവരുന്ന അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ പ്രൊജക്റ്റ് ഫയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കിവിടെ കാണാം ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലൊരു വീഡിയോ എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മുടെ വീഡിയോസും സീക്വൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മുടെ സീക്വൻസുകളും ഇടാവുന്ന രീതിയിൽ അങ്ങനെയാണ് വീഡിയോ നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. ഇനി ഇതിലൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്കിനി നമ്മുടെ ഇൻ്റർഫേസ് ഒന്ന് മര്യാദക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പം ആദ്യം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുട്ടേജുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്ന മീഡിയ പൂളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ആ മീഡിയ പൂൾ ഇപ്പം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മീഡിയ പൂൾ എന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയ പൂൾ വരും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അപ്പം ഈ മീഡിയ പൂളിനെ താഴത്തെ അങ്ങേറ്റം വരെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, നേരെ താഴെ വരെ നമുക്ക് ആ മീഡിയ പൂൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാവുന്ന രീതിയിലേക്ക് അത് എക്സ്പാൻഡ് ആവും. ഈ വീഡിയോയുടെ തംബ്നെയിൽസ്, ഈ കാണുന്ന വീഡിയോസിൻ്റെ തംബ്നെയിൽസ് നമുക്ക് ഇച്ചിരി വലുതാക്കി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ലൈഡറിൽ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസിനെ വലുതാക്കി കാണാൻ പറ്റും. ഓക്കെ, അതേസമയം വലിയ ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തംബ്നെയിലായിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല, ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കാണാം, അതായത് നമ്മുടെ ഫുട്ടേജിൻ്റെ പേര് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്യൂ ആയിട്ട് കാണാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റായിട്ട് കാണാം, അതായത് പേര് മാത്രമായിട്ട് കാണാം. അതിനകത്ത് പേരും ആ വീഡിയോയുടെ എക്സ്റ്റൻഷനും, അതായത് വീഡിയോ ആണോ ഓഡിയോ ആണോ അങ്ങനെയുള്ള എക്സ്റ്റൻഷനും കാര്യങ്ങളും എല്ലാം അതിനകത്തും കാണാൻ പറ്റും നമുക്ക്. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നേരെ നമ്മുടെ ഈ വിൻഡോയിൽ ഓപ്പണായി വരും. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, വീഡിയോ എവിടെ മുതൽ എവിടം വരെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ഇന്നും ഔട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. മാർക്ക് ഇൻ ആൻഡ് മാർക്ക് ഔട്ട് എന്ന് പറയും. അത് നമുക്ക് കീബോർഡിൽ ചെയ്യാനായിട്ട് ഐ ആണ് ഇന്നിന് പ്ലേ ചെയ്ത് നോക്കുക, എവിടം വരെയാണെന്നിട്ട് എടുക്കുക. ഓ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്. അങ്ങനെ ഇന്നും ഔട്ട് സെലക്ട് ചെയ്യുക. അവിടുന്ന് നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടാം. ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. വീഡിയോ രണ്ടാമത്തെ ട്രാക്ക്, ഓഡിയോ രണ്ടാമത്തെ ട്രാക്ക്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതല്ല, എനിക്ക് വേറൊരു രീതിയിൽ കൂടി ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് ഈ വീഡിയോയുടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താലും വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ഈ പ്രോഗ്രാം മോണിറ്ററിലേക്ക് വരിക. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഓരോന്നിനും ഓരോ ഫങ്ഷനാണ്. ഇപ്പോൾ ഇൻസേർട്ടിൽ കൊണ്ട് നമ്മൾ ഈ ഫുട്ടേജ് കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ലൈനിൽ കഴ്സർ എവിടെ ഇരിക്കുന്നോ, നമ്മുടെ വീഡിയോ സീക്കർ ഉണ്ടല്ലോ, ഈ ഐറ്റം ഇതെവിടെ ഇരിക്കുന്നോ അവിടെ ആ സാധനത്തിനെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അവിടെ ഇൻസേർട്ട് ചെയ്ത്, അതായത് അവിടെ ഒരു കട്ട് ഉണ്ടാക്കി അവിടെ ആ സാധനത്തിന് ഇൻസേർട്ട് ചെയ്ത് ബാക്കിയുള്ള സാധനത്തിനെ റൈറ്റ് സൈഡിലേക്ക് നീക്കി വയ്ക്കും. ഓക്കെ, ഇനി അതല്ല, ഇതിന് ഞാൻ എടുത്ത് ഓവർ റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കും, അവിടുന്ന് അത്രയുള്ള പോർഷന് ഓവർ റൈറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട ഫുട്ടേജിൻ്റെ ലെങ്ത്തിലുള്ള അത്രയും പോർഷനെ ഓവർ റൈറ്റ് ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു ഫുട്ടേജ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഫുട്ടേജ് എടുക്കാം. ഈ ഫുട്ടേജിനെ നമ്മൾ എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഓവർ റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താക്കും, കണ്ടോ, ഇപ്പം പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫുട്ടേജിനെ ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്തതിലേക്ക് വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും, നമ്മുടെ ഈ ഫുട്ടേജിൻ്റെ ലെങ്ത്ത്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഫുട്ടേജിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട്
അത്രയും ലെങ്ത്തിനെ എന്താക്കും, താഴെ കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യും. നമ്മുടെ ടൈം ലൈനിലുള്ള എവിടെ മുതലാണോ നമ്മൾ ഇൻ കൊടുത്തിരിക്കുന്നത് ആ സാധനത്തിനെ ഈ ടൈം ലൈനിൽ വന്നിട്ട് എന്താക്കും, റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് റീപ്ലേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പ്ലേസ് ഓൺ ടോപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മൾ സെലക്ട് ചെയ്ത അത്രയും പോർഷൻ എന്ത് ചെയ്യും, നമ്മുടെ രണ്ടാമത്തെ ട്രാക്കിലേക്ക് വരും. ഓക്കെ, അടുത്തത് അപ്പൻ ടു ദ എൻഡ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡിൽ ഉള്ള ഫൂട്ടേജിൻ്റെ അവസാനം, ആ ലാസ്റ്റ് ഫൂട്ടേജിൻ്റെ എൻഡിലായിരിക്കും ആ വീഡിയോ പ്ലേസ് ആവുക. ഓക്കെ, ഇനി നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ റിപ്പിൾ ഓവർ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 ഫൂട്ടേജ് നീക്കി വെക്കാം. എനിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ ടൈം ലൈനിൽ എനിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റിപ്പിൾ ഓവർ റൈറ്റ് എന്ന ഓപ്ഷനിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, കണ്ടോ, അതായത് ആ ഇടയ്ക്കുള്ള സ്പേസ് എന്താകും, ഡിലീറ്റ് ആവും. നമ്മളിപ്പോൾ കൊണ്ട് വലിച്ചിടുന്ന ആ സെലക്ട് ചെയ്ത അത്രയും പോർഷൻ അവിടെ വന്ന് വീഴുകയും ചെയ്യും. ബാക്കിയുള്ള ആ ബ്ലാങ്ക് സ്പേസിനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പല രീതിയിൽ നമ്മുടെ ഫൂട്ടേജിനെ എന്താക്കുക, ടൈം ലൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഫൂട്ടേജിൻ്റെ, നമ്മളെ ടൈം ലൈനിലേക്ക് ഇട്ട ഫൂട്ടേജസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഫുട്ടേജ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഫൂട്ടേജിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ വിൻഡോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അങ്ങേറ്റം ഇൻസ്പെക്ടർ എന്നിട്ട് കാണും. ഈ FCP എന്നൊക്കെ വരുന്നവർക്ക് അറിയാൻ പറ്റും, അവിടെയുണ്ട് ഇതേപോലത്തെ ഒരു സംഭവം. ഇത് ഇൻസ്പെക്ടർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് വരും. പ്രീമിയറിൽ നിന്ന് തന്നെ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം എടുക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രോപ്പർട്ടീസ് ഇൻസ്പെക്ടറിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പം ഓരോ ഫുട്ടേജിനും ആ ഫുട്ടേജിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഇതിപ്പം ഇതിനകത്ത് ട്രാൻസ്ഫോം ഉണ്ട്, ക്രോപ്പിംഗ് ഉണ്ട്, ഡൈനാമിക് സൂം ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്, സ്പീഡ് ചേഞ്ച്, സ്റ്റെബിലൈസേഷൻ, ലെൻസ് കറക്ഷൻ, റീടൈം ആൻഡ് സ്കെയിലിംഗ്, സൂപ്പർ സ്കെയിൽ. ഈ സൂപ്പർ സ്കെയിൽ എന്ന് പറയുന്നത് പുതിയ വേർഷൻസിലേക്കൊക്കെ ഉണ്ടാവുള്ളൂ. പഴയ വേർഷനിൽ ഈ സൂപ്പർ സ്കെയിൽ എന്നുള്ളൊരു സെറ്റപ്പ് ഇല്ല. ഓക്കെ, അപ്പം നമുക്കിത് ഓരോന്നും നോക്കാം എന്താണെന്ന്. ഓക്കെ, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്ക് നോർമലി നമ്മുടെ എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലും ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ ഫുട്ടേജിനെ സൂം ചെയ്യാം. ഓക്കെ, അതിനെ പൊസിഷൻ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ചെയ്യാം. ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആങ്കർ പോയിൻ്റ് സെറ്റ് ചെയ്യാം. ഈ ആങ്കർ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ഈ സാധനം എന്താവുക, റൊട്ടേറ്റ് ആവുക. കണ്ടോ, ഈ ആങ്കർ പോയിൻ്റ് 0-ലാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ സെൻറ്ററിൽ നിന്നിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുക. അതേസമയം എൻ്റെ ആങ്കർ പോയിൻ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും. ഓക്കെ, ഞാൻ ചെറുതാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം വേണ്ട, ഇപ്പോൾ ഒരു സെൻട്രലായിട്ടല്ല ഈ സാധനം റൊട്ടേറ്റ് ആകുന്നത്. അതേസമയം ആങ്കർ പോയിൻ്റ് ഞാൻ 0-യിലേക്ക് ആക്കാനായിട്ട് എപ്പോഴും ഈ പേരിൻ്റെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതായത് എല്ലാ സാധനങ്ങളും 0 ആകും. ഓക്കെ, നമ്മൾ പ്രീമിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലൈഡറിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0-യിലേക്കാകും. ഇതിനകത്താണെങ്കിൽ ഈ പേരിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, 0-യിലേക്കാകും. ഓക്കെ, അപ്പം ആങ്കർ പോയിൻ്റ് 0 ആക്കിയിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും, നമുക്കൊരു സെൻറ്റർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള പിച്ച് ഉണ്ട്, ഇത് നമുക്കറിയാമല്ലോ, ഒരു 3D സ്പേസിലേക്കുള്ളൊരു 3D ഒരു എന്നാ പറയണേ, ഒരു ആർട്ടിഫിഷ്യൽ കൈൻഡ് ഓഫ് സാധനം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കെപ്പോഴും വലിയ യൂസൊന്നും വരാത്ത സംഭവമാണ് സാധാരണ രീതിയിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലിപ്പ്. ഈ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഫ്ലിപ്പുണ്ട് ഇങ്ങനെ. ഓക്കെ, അതല്ലാതെ വെർട്ടിക്കൽ ഫ്ലിപ്പുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ട്രാൻസ്ഫോമിൽ വരുന്നത്. ഇനി അടുത്തത് ക്രോപ്പിംഗ്.
ക്രോപ്പ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ചെയ്യുന്ന പോലെ തന്നെ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് നേരിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രീമിയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ അത് വലിച്ചിടേണ്ടി വരും. വേറൊരു എഫക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ അതേപോലെ ഡൈനാമിക് സൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഡാവിഞ്ചിയിൽ അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഡൈനാമിക് സൂം. ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അടുത്തത് കോമ്പോസിറ്റ് മോഡുകളുണ്ട്. അതായത് പ്രീമിയറിൽ നിന്ന് വന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ഓരോ ലെയർ ബ്ലെൻഡിങ് മോഡെന്ന് നമ്മൾ പ്രീമിയറിലും ഫോട്ടോഷോപ്പിലൊക്കെ പറയുന്ന അതേ ഐറ്റം തന്നെയാണ് ഈ കോമ്പോസിറ്റ് മോഡിൽ ഇവിടെ കിടക്കുന്നത്. ഓക്കെ. അതിപ്പം നമുക്ക് ഒപ്പാസിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കോമ്പോസിറ്റിൽ വരുന്നതാണ്. അടുത്തത് സ്പീഡ് ചേഞ്ച്. നമ്മുടെ ഫുട്ടേജിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് കേട്ടോ. ഓരോ ഇത് ചെയ്യുന്തോറും അതിൻ്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അതാണ് ഈ സ്പീഡ് ചേഞ്ചിൻ്റെ ഉപയോഗം. ഇത് നമുക്ക് എന്താക്കാം, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പറയാം. പക്ഷേ ഇതിൻ്റെ ഈ സ്പീഡ് ചേഞ്ചിൻ്റെ ഒന്നും നമുക്ക് ഇതിനകത്തേക്ക് വരേണ്ട ആവശ്യം വരില്ല. അതല്ലാതെ തന്നെ നമുക്ക് ഫുട്ടേജിൽ തന്നെ എന്ത് ചെയ്യാം, സ്പീഡ് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വഴി പറയാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് സ്റ്റെബിലൈസേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റെബിലൈസേഷനാണ് ഡാവിഞ്ചിയിലെ. കാരണം വേറൊന്നുമല്ല, പ്രീമിയറിലൊക്കെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അതിച്ചിരി എന്താണ് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും സാധനം സ്റ്റെബിലൈസ് ആവുക. അതേസമയം ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് 160 170 ഒക്കെ FPS വെച്ചിട്ടാണ് ഈ സാധനം സ്റ്റെബിലൈസ് ആകുന്നത്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ സ്പീഡുമാണ്. ഈ സ്റ്റെബിലൈസേഷനിലും കുറച്ച് മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് സംസാരിക്കാം. ഇനി അടുത്ത ലെൻസ് കറക്ഷൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് പോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ക്യാമറയുടെ ആ ലെൻസിൻ്റെ കർവേച്ചർ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ലെൻസ് കറക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് റീടൈം ആൻഡ് സ്കെയിലിംഗ്. ഇതിനകത്താണ് കുറച്ച് ഓപ്ഷൻസ് കിടപ്പുണ്ട്. പല രീതിയിൽ നമുക്ക് നമ്മുടെ ഫുട്ടേജിനെ നമ്മൾ കൊണ്ടുവന്നിട്ട വീഡിയോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് എങ്ങനെ നമ്മുടെ സ്കെയിലിംഗ് എങ്ങനെയാവണം, ഫിറ്റാണോ, അത് ഫില്ലാണോ, സ്ട്രെച്ച് ആയിട്ടാണോ, അല്ലെങ്കിൽ പ്രോജക്റ്റ് നമ്മൾ നേരത്തെ പ്രോജക്റ്റ് സെറ്റ് ചെയ്തപ്പോഴുള്ള സ്കെയിലിംഗ് മെത്തേഡാണോ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് റീടൈം ആൻഡ് സ്കെയിലിങ്ങിൽ കിടക്കുന്നത്. ഇനി അടുത്തതാണ് സൂപ്പർ സ്കെയിൽ എനേബിൾ ചെയ്തിട്ട് ഇപ്പം 2x എൻഹാൻസ്ഡ് ആണ് കിടക്കുന്നത്. ഓക്കെ. ഇപ്പോൾ 4xലേക്കൊക്കെ മാറ്റിക്കിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ ഫുട്ടേജ് അത്രയും വലിയൊരു ഇതിലേക്ക് 4 ഇരട്ടി ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ടാകും, അത്രയും വലുതാക്കിയിട്ടുണ്ടാകും. അപ്പം ഒരു എന്നാ പറയുക, ഒരു ഫുൾ HD ഉള്ള ഒരു വീഡിയോനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്യാം. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം, അത്യാവശ്യം CPU ഇൻറ്റൻസ് ആണ് സാധനം. തന്നെയല്ല ഭീകര ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും വരുത്തുന്നില്ല. ഓക്കെ. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഇപ്പം വേറെ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് സൂപ്പർ സ്കെയിൽ എന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ഇത്രയാണ് ഇതിൻ്റെ വീഡിയോയുടെ എന്തായിട്ട് വരിക, പ്രോപ്പർട്ടീസായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന വീഡിയോൻ്റെ സെറ്റിങ്സായിട്ട് വരിക. അടുത്തത് ഇവിടെ തന്നെ ഓഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വോളിയം, പാൻ, എങ്ങോട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പാൻ ചെയ്യാനും, വോയിസ് ആൻഡ് ഐസൊലേഷൻ, ഇതെല്ലാം പുതിയ, അതായത് വോയിസ് ഐസൊലേഷൻ, ഡയലോഗ് ലെവലർ, മ്യൂസിക് റീമിക്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, ഇതെല്ലാം പുതിയ അപ്ഡേഷനാണ്. പഴയ ഡാവിഞ്ചി യൂസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കണ്ടു എന്ന് വരില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ വോയിസ് ഐസൊലേഷനൊക്കെ ഇതെല്ലാം അത്യാവശ്യം നല്ല CPU ഇൻറ്റൻസുമാണ്. അതേപോലെ തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനി അതിനകത്ത് പിച്ച് ചേഞ്ചിങ്ങും പരിപാടിയെല്ലാം ഉണ്ട്. ഈക്വലൈസർ ഉണ്ട്. ഈക്വലൈസർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം
ഓഡിയോനെ ഇവിടെ വെച്ച് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ താഴെ എന്തുണ്ട്, ഇവിടെ ഫെയർ ലൈറ്റ് ഉണ്ട്. ഈ ഫെയർ ലൈറ്റ് പേജിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോനെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഫയലിൻ്റെ മൊത്തം പ്രോപ്പർട്ടീസ് കാണണം എന്ന് വിചാരിക്കുക. നമ്മുടെ പ്രീമിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുട്ടേജിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതിനകത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. ഓക്കെ, ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എന്നൊരു സാധനം ഇല്ല. ഇതിൻ്റെ സെറ്റിങ്സും ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫുട്ടേജിൽ ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെയാണേലും അല്ലെങ്കിൽ നമ്മുടെ മീഡിയ പൂളിലാണേലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ ഒരു ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഈ വീഡിയോയുടെ സെറ്റിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി നമുക്കിവിടെ കാണാൻ പറ്റും. ആ വീഡിയോന് യൂസ് ചെയ്ത കോഡൊക്കെ ഏതാണ്, അതിൻ്റെ ഫ്രെയിം റേറ്റ് എന്താണ്, റെസൊല്യൂഷൻ എന്താണ്, ഓക്കെ, അതിൻ്റെ ഓഡിയോ കോഡൊക്കെ ഏതാണ്, ഓഡിയോ സാമ്പിൾ ഓഡിയോ ഫോർമാറ്റ് ഏതാണ്, സ്റ്റീരിയോ ആണോ അല്ലെങ്കിൽ മൾട്ടി ചാനൽ, അതായത് ഇപ്പം 5.1 ആണോ 7.1 ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ആ ക്ലിപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും പരിപാടിക്കൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താവും, ആ ക്ലിപ്പിൻ്റെ കളർ ചേഞ്ച് ആവും. ഓക്കെ, അത് ക്ലിപ്പ് വൈസിൽ വേണമെങ്കിൽ നമുക്ക് ആ കളറിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹോൾ ഫോൾഡറിന് അങ്ങനെ കളർ ചേഞ്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഇതിപ്പോൾ ഡാവിഞ്ചി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് സെറ്റായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇതിപ്പം പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഡാവിഞ്ചിയിലേക്ക് എഡിറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഡാവിഞ്ചിയിലേക്ക് സ്വിച്ച് ചെയ്യാനാണേലും അല്ലെങ്കിൽ പുതിയതായിട്ട് ഡാവിഞ്ചി പഠിക്കാനാണേലും ഒക്കെ എഡിറ്റിങ്ങിലേക്ക് വരണവരോ അങ്ങനെയുള്ളവരായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനെയും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. എനിക്കറിയാം ഈ വീഡിയോ ഇച്ചിരി ലെങ്തായി പോയി, അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.